ഹായ്, വെൽക്കം ടു ടക്കർ സ്റ്റിച്ച്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഇവിടുത്തെ വീക്കെൻഡിൽ ഔട്ട്ഡോർ റുട്ടീനായിട്ടാണ്. ഇപ്പം ഓസ്ട്രേലിയയിൽ വിൻ്ററാണ്, അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്, പിന്നെ മിക്കപ്പോഴും മഴയായിരിക്കും. എന്നാൽ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്ലാൻ, ഫസ്റ്റ് നമ്മളുടെ താറാവിന് പുതിയ കൂട് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം. പിന്നെ സെക്കൻഡ്, നമ്മളുടെ കസിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് നടണം. പിന്നെ കോഴിക്കൂടിൻ്റെ അവിടെയൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് അവരുടെ കൂട്ടൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യണം. അപ്പോൾ ഈ കൂട്, നമ്മുടെ താറാവിൻ്റെ കൂട് മേടിച്ചത് ഓൺലൈൻ കോഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പം നമ്മൾക്കത് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അത് ഫോളോ ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എൻ്റെ ഹസ്ബൻഡ് എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അപ്പം ഞാനും ഹെൽപ്പ് ചെയ്യും, പിന്നെ എൻ്റെ പിള്ളേരും ഹെൽപ്പ് ചെയ്യും. എന്നാലും ഇളയ ആളാണ് കൂടുതലും ഇന്നുണ്ടായിരുന്നത്, ഒരുമിച്ചുണ്ടായിരുന്നത്. പിന്നെ ഇത് കുറച്ച് ചെടികളാണ്, മാവുണ്ട്, പിന്നെ വാഴ കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞളുടെ ചെടി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വാഴയൊക്കെ നമ്മൾ നമ്മുടെ ഈ സ്ഥലം മേടിച്ചപ്പം നട്ടതാണ്. അപ്പം അങ്ങനെ എല്ലാ ദിവസവും നമുക്കൊന്ന് വന്ന് നോക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അത്ര അങ്ങനെ അങ്ങോട്ട് വളർന്നില്ല. ഇപ്പോഴാണ് നമ്മൾ വീടെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പം പതുക്കെ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ അത്ര ഫെർട്ടൈലല്ല. അപ്പം നമ്മൾ ഫെർട്ടിലൈസറൊക്കെ എപ്പോഴും ഇടണം, പിന്നെ എപ്പോഴും നമ്മൾ നോക്കണം, എന്നാലും ഇതൊക്കെ വളരുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഈസി അല്ല ഇവിടെ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലം മേടിച്ചപ്പോൾ വേക്കൻറ്റ് ലാൻഡായിരുന്നു. അപ്പം നമ്മളിപ്പോൾ വീട് മാറിയപ്പോൾ ഇങ്ങനെ എല്ലാം പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഗാർഡൻ ആയാലും ഈവൻ വീടിൻ്റെ ഔട്ട്ഡോർ സെറ്റിംഗ് ആയാലും. അപ്പം നമ്മളെപ്പോഴും എല്ലാ വീക്കെൻഡിലും മിക്കപ്പോഴും ഇതിൻ്റെ ഔട്ട്ഡോർ എന്നും പറഞ്ഞ് പുറകെ ആയിരിക്കും നടക്കുന്നത്. അപ്പം നമ്മളുടെ പണി നടക്കുമ്പോൾ, ഈ കൂട് ഫിറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് താറാവ് അവിടെ ഇരുന്ന് ഇങ്ങനെ അവർക്ക് എല്ലാം കാണാം. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവർ പതുക്കെ മാറിക്കളയും. കണ്ടില്ലേ? അപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് താറാവിൻ്റെ കൂട് ഫിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു ഓരോ ചെടിക്കും കുഴിക്കണത്. എനിക്കില്ലേ ഈ കിളക്കലും ഗാർഡനിങ്ങും ഒന്നും അത്ര പരിചയമൊന്നും ഇല്ല കേട്ടോ. നാട്ടിൽ വെച്ച് ഇതൊന്നും ചെയ്തിട്ടില്ലേ. പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഈ റൂറൽ ലൈഫിലേക്ക് മാറിയപ്പോൾ നമ്മൾ തന്നെയാണ് ഗാർഡനിങ്ങും പിന്നെ ഹാൻഡിമാൻ വർക്കൊക്കെ ചെയ്യണത്. ഇതൊക്കെ ചെയ്തേ പറ്റൂ. വേറെ അങ്ങനെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇവിടെ ഇങ്ങോട്ടേക്ക്. പിന്നെ ഈ കൂടില്ലേ, ഫസ്റ്റ് നമ്മൾ ഇത് നമുക്ക് കിട്ടിയപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി. പക്ഷേ വൺസ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആക്ച്വലി ഈസിയാണ്. ഇത്തിരി പേഷ്യൻസ് വേണം, പിന്നെ നമ്മുടെ കയ്യിൽ ടൂൾസ് ഉണ്ടാവണം. ഈ പാക്കേജിൽ അവർ ടൂൾ കിറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് എക്സ്ട്രാ ടൂൾസ് വേണ്ടി വരും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ അവരുടെ ഇൻസ്ട്രക്ഷൻസ് വെച്ച് ഇപ്പോൾ ഫിറ്റ് ചെയ്യണത് ഡോറാണ്. വൺസ് ഈ കേജ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിക്കുമ്പോൾ നമ്മൾ എല്ലാം നോക്കണം, എല്ലാം കറക്റ്റാണ്, ലെവലാണ്, പിന്നെ എല്ലാം മെഷർമെൻറ്റ്സിനനുസരിച്ചാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണതെന്നും, പിന്നെ ഓരോ സ്ക്രൂവും അവർ ലേബിൾ ചെയ്തിട്ടുണ്ട് എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ.
അപ്പം അതുകൊണ്ട് ഈസി ആട്ടാ. ഓരോ ഫിറ്റ് ചെയ്യുമ്പോഴും ആ ഹോളിൽ ഏത് സ്ക്രൂവാണ് വരണ്ടേന്നൊക്കെ ഈ ഇൻസ്ട്രക്ഷൻസിലും ഉണ്ട്. പിന്നെ ഈ ഡോറ് കഴിഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ ചുറ്റിനും മെഷ് വയർ വെച്ച് കവർ ചെയ്യണത്. നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് മരമൊക്കെ വെച്ച് ഒരു കൂടടിക്കാം. പക്ഷേ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ വെതർ വെച്ചിട്ടില്ലേ, മരത്തിൻ്റെ അത്ര റിലയബിൾ അല്ല പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ. എന്നുവെച്ചാൽ ഇവിടെ വിൻ്ററിൽ എപ്പോഴും മഴ, ചെറുതായിട്ട് മഴ പെയ്യും. പിന്നെ രാവിലെയൊക്കെ ഫ്രോസ്റ്റൊക്കെ ഉണ്ട്. അപ്പം മരത്തിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. ഇതാവുമ്പോൾ കുറച്ച് നാളുണ്ടാകും എന്നാണ് പറയണത്. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇപ്പം കണ്ടില്ലേ, ഡോറ് കഴിഞ്ഞ് ഇപ്പം അടുത്ത സ്റ്റെപ്പാണ് ഇതിൻ്റെ ചുറ്റിനും മെഷ് വയർ വെച്ചിട്ട് കവർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈ ഉണ്ട്, ഇങ്ങനെ അതിലേക്ക് ഓരോ സ്ക്രൂവിലേക്ക് ഇടണത്. പക്ഷെ നമ്മൾ എക്സ്ട്രാ ഒരു ഇത്രയും കൂടി ബലത്തിന് വേണ്ടി നമ്മൾ കേബിൾ ടൈ വെച്ചിട്ട് എക്സ്ട്രാ ഒന്ന് ടൈ ചെയ്യണുണ്ടേ. അപ്പം ചിലപ്പോൾ പെട്ടെന്നെങ്ങാനും ഒന്ന് പൊട്ടിപ്പോയാലാന്ന് ഓർത്തിട്ടാണ്. ഇനിയിപ്പം ഞാൻ വീണ്ടും കളക്കാൻ പോയി. അടുത്ത കുഴിക്ക് വേണ്ടി കളക്കാൻ പോയി. മാവാണ് ഞാൻ നടണത് അടുത്തത്. മഞ്ഞൾ നട്ട് ഇപ്പോൾ ഒരു 3 മാവിൻ്റെ തൈയുണ്ട്. അപ്പം ഇനി രണ്ടാമത്തെ മാവ് നടണം. പക്ഷെ അറിയില്ല ഇതൊക്കെ വളരുമോന്നിപ്പോൾ. എന്നുവെച്ചാൽ വിൻ്ററിൽ ശരിക്കും അങ്ങനെ ആൾക്കാർ ഇതൊന്നും നടില്ല, മാവൊന്നും വിൻ്ററിൽ നടില്ല. പറയണത് അത് അങ്ങനെ വളരില്ലെന്നാണ്. സ്പ്രിങ് ആകുമ്പോഴാണ് ഇവിടെ വെജിറ്റബിൾ ഗാർഡനിങ് ഒക്കെ ചെയ്യണത്. വിൻ്ററിൽ ചെയ്യും, പക്ഷെ അത് വിൻ്റർ വെജിറ്റബിൾസും വിൻ്റർ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. ഇതിപ്പോൾ നമുക്ക് നോക്കാം. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമുക്ക് നോക്കാം. പഴയ വീട്ടിൽ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾ ഗാർഡനിങ് ഒക്കെ, പക്ഷേ സമ്മറിലാണ് ചെയ്തേക്കുന്നത്. ഇത്ര സ്ഥലമൊന്നുമില്ല. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ഗാർഡനിങ് ഉള്ളു. ഇതിപ്പം ചുറ്റിനും ഓൾറെഡി കവേർഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഫുൾ കവേർഡായി. റൂഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ താഴെയും കൂടി ഒന്ന് എല്ലാ മെഷ് വയറും ഫുള്ള് ആ ബേസിലേക്കും കൂടി ടൈ ചെയ്യാനാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂഫ് ചെയ്യണത്. റൂഫ് നമ്മൾ സാധാ ഇങ്ങനത്തെ വയർഡല്ല, നമ്മുടെ നാട്ടിലെ ഷീറ്റില്ലേ, ഈ ഞാൻ കൊച്ചിയിൽ കേട്ടേക്കുന്നത് ടർപ്പോള അങ്ങനത്തെ അതേപോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചാണ് കവർ ചെയ്യണത്. ഈ ചെടി നടലും കൂടി ഫിറ്റ് ചെയ്യലും ആയപ്പോൾ നല്ല ബിസി ആയിരുന്നേ. സമയം പോയതും അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഇരുട്ടാകും. പിന്നീട് ഓർത്തത് നമ്മൾ കോഴീൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല, അപ്പോൾ അവരിനെയൊക്കെ കൂട്ടിലാക്കണം. പിന്നെ അവിടെ ഇപ്പോൾ ഇരുട്ട് ആവണതിന് മുമ്പ് അവിടെ എത്തണം. ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ വേഗം പണിയൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ റൂഫ് ഇനി ചെയ്യാനുണ്ട്, പക്ഷെ അത് നാളെ ചെയ്യും. അപ്പം ഞാൻ നാളെ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ നാളെ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ കോഴീൻ്റെ അടുത്ത് എത്തിയേ. ഇവർ നല്ല ഫ്രണ്ട്ലി ആട്ടാ. ഇത് പല ബ്രീഡാണ് ഈ കോഴി. ബാൻഡം എന്ന് പറഞ്ഞ ഒരു ബ്രീഡുണ്ട്. പിന്നെ ഐസർ ബ്രൗൺ, പിന്നെ ഗോൾഡൻ ലൈസ് എന്ന് പറഞ്ഞ ഒരു ബ്രീഡുണ്ട്. നമുക്ക് ആദ്യം ഉണ്ടായത് അങ്ങനെ 5 കോഴി ഉണ്ടായിരുന്നല്ലേ നമ്മൾ പഴയ വീട്ടിലായിരുന്നപ്പോൾ. പിന്നാണ് അതുങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ 8 കുഞ്ഞുങ്ങളും പിന്നെ ഒരു പൂവൻ കോഴീനെ നമുക്ക് കൊടുത്ത്. ഇപ്പം ഒരു പൂവൻ കോഴിയുണ്ട്, 8 കുഞ്ഞുങ്ങളുണ്ട്, 3 വലിയ കോഴികളുണ്ട്. ഇപ്പോൾ ഇവിടെ സൺസെറ്റിൻ്റെ ടൈമായേ. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഡേ ലൈറ്റ് കുറവാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പകൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കണം. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം കിട്ടും. ഇതിപ്പോൾ നമ്മളുടെ ഔട്ട്ഡോർ പണികളെല്ലാം തുടങ്ങിയത് ഇത്തിരി ലേറ്റായിട്ടാണ്, ഒരു ഉച്ചയായി തുടങ്ങിയപ്പോൾ.
ഇപ്പം എന്തായാലും നാളെയാണ് ഇനി താറാവിൻ്റെ കൂട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്നാലും എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം എങ്ങനെയിരിക്കും പുതിയ കൂട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.